ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യം. അങ്ങനെയുള്ളവർ കൊള്ളാകുന്നവരായി തെളിഞ്ഞ ശേഷം കർത്താവ് തനിക്ക് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവിതം. അപ്പോൾ തന്നെ കൊരിന്ത്യരിൽ പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതെല്ലാം വീടും സ്വത്തും വാഹനവും ഒക്കെയാണല്ലേ. നിങ്ങളല്ലെന്ന് പറഞ്ഞ ലോകത്തിലുള്ള സകല ഏകദേശമുള്ള സകല ശുശ്രൂഷകന്മാരെയും ന്യായം വിധിക്കുക. കാരണം സകല ശുശ്രൂഷകന്മാര് ആ വാക്യം വായിച്ചിട്ട് എന്താ പഠിപ്പിക്കുന്നത്? അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, തന്നെത്താൻ വിധിക്കുന്നവർക്ക് ലോകത്തെ വിധിക്കാൻ അധികാരമുണ്ട്. എങ്ങനെയാണ് അധികാരം? അപ്പൊ നമ്മളാരെ വിധിക്കാൻ പാടില്ല എന്നൊക്കെയാണ് സാധാരണ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ പറയുന്നവർ എല്ലാവരെയും വിധിക്കുന്നവരാണ്. സ്തോത്രം. അത് നീതിയില്ലാത്ത വിധിയാണ്, കാഴ്ചപ്രകാരമുള്ള വിധിയാണ്. ഇത് നീതിയുള്ള വിധിയാണ്. ലേഖനം 6:2 ലോകത്തെ അല്ല, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഈ വാക്യം സാധാരണയായി നമ്മൾ കേട്ടുവരുന്നത് ഭൗതികമായ അനുഗ്രഹത്തിന്റെ ഒരു കുറിവാക്യമായിട്ടാണ്. ഭൗതികമായ അനുഗ്രഹത്തിന്റെ കുറിവാക്യമാണ് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത്. കൂടുതലെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതാനുഭവത്തിലാണെങ്കിൽ എവിടെയൊക്കെ പ്രസംഗം കേൾക്കാൻ പോയിട്ടുണ്ടോ, ഈ വാക്യം അടുത്ത മറ്റൊരു വ്യക്തി പ്രസംഗിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം ഭൗതിക അനുഗ്രഹത്തിന്റെ കൈ ചൂണ്ടിയായിട്ടാണ് ഈ വാക്യത്തെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അനുഭവം നിങ്ങൾ ചിന്തിക്കാം. പേരിന് ഒരു വ്യക്തി പോലും ഈ വാക്യത്തെ യാക്കോബ് ലേഖനം 1-ാം വാക്യം പറയുന്ന പ്രകാരം ജീവകിരീടം വാഗ്ദത്തം ചെയ്ത ജീവകിരീടത്തിന് വേണ്ടിയാണ് ഈ വാക്യം പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവ് വെളിപ്പെടുത്തിയെന്നോ, അല്ലെങ്കിൽ ആത്മീയ അനുഗ്രഹത്തെ കുറിച്ചാണ് ഈ വാക്യം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് ആത്മീയ അനുഗ്രഹത്തെ കുറിച്ചുള്ള ഒരു വ്യക്തി പോലും പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ഇതിനെന്തായാലും പറഞ്ഞു. അത് ഭൗതിക അനുഗ്രഹം തന്നെന്നാണ് പറഞ്ഞത്. അതുപോലെ ദർശനത്തിനായിട്ട് ഒരു വഴി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ഒരു ബന്ധപ്പെടുന്നു. വരും നിശ്ചയം താമസിക്കില്ല. അതും ഭൗതിക അനുഗ്രഹത്തെ കുറിച്ചാണ് ഉറപ്പിച്ചും തറപ്പിച്ചും അരക്കിട്ടും പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ സാക്ഷാൽ നമ്മൾ തിരുവചന സംബന്ധമായിട്ട് ഗ്രഹിച്ചു വരുമ്പോൾ, പരിശുദ്ധാത്മ നിയോഗത്താൽ ഗ്രഹിച്ചു വരുമ്പോൾ, അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ആത്മീയ തലത്തിൽ ചിന്തിക്കേണ്ട ഓരോ വാക്യങ്ങളെയും വചനങ്ങളെയും ഭൗതിക തലത്തിൽ ഒപ്പം പ്രാകൃത തലത്തിൽ മനുഷ്യനെ ചിന്തിപ്പിച്ച്, ശ്രദ്ധിപ്പിച്ച്, ഗ്രഹിപ്പിച്ച്, വിശ്വസിപ്പിച്ച് മനുഷ്യനെ ഒരു പ്രാകൃതരാക്കി മാറ്റുന്ന ശുശ്രൂഷയാണ് അധികവും ക്രിസ്തീയ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരുവചനത്തിൽ കൂടി മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കുന്നത്
നീതിയുള്ള വിധി പഠിക്കുക. സാധാരണയായി ഈ ലോകപ്രകാരം നോക്കിയാൽ വിധി പഠിക്കുന്ന ആരാണ്? വക്കീലന്മാർ അല്ലേ? അതിൽ നല്ല രീതിയിൽ അഭ്യാസമുള്ളവര് ജഡ്ജിയായിട്ട് വേർതിരിക്കപ്പെട്ട് അവരാണ് വിധി പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ദൈവത്തിന്റെ നീതിയുള്ള വിധികളെ പഠിക്കാൻ നമുക്ക് ഈ ഭാഗ്യം ലഭിച്ചതിന്റെ പൊസിഷൻ എങ്ങനെ ഇരിക്കുന്നു? ഇതിന്റെ ഗ്രേഡ് ഏത് വിധത്തിലിരിക്കുന്നു? നിസ്സാരമാണോ? നിസ്സാര കാര്യമാണോ? അതാണ് ലോകത്തെ വിധിക്കും. യേശുക്രിസ്തു പറഞ്ഞു വിധിക്കരുതെന്നല്ല പറഞ്ഞത്, പിന്നെ നീതിയുള്ള വിധി വിധിക്കും. സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നു വിധിക്കരുത് എന്നാൽ നിന്നെ വിധിക്കും. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു നീതിയുള്ള വിധി വിധിപ്പിൻ, കാഴ്ചപ്രകാരം വിധിക്കരുത്. അപ്പൊ ഏത് വിധത്തിൽ വിധിക്കരുത്, ഏത് വിധത്തിൽ വിധിക്കാം. ഇത് ആരോട് പറയുന്നു? എല്ലാവരോടും അല്ല, LLB പഠിക്കുന്നവരോട്. നമ്മൾ ഏത് പഠിക്കുന്നു? ഇപ്പോ ദൈവ വിഷയമായ LLB പഠിക്കും. ലോ കോളേജ്. സ്തോത്രം. നിസ്സാര കാര്യമെന്ന് വിചാരിക്കരുത്. കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ആ അനുഭവം അല്ല ഇപ്പൊ നമുക്ക്. നമ്മൾ നീതിയുള്ള വിധികളെ പഠിക്കത്തക്കവണ്ണം നമ്മുടെ മനസ്സ് പുതുക്കി, ബുദ്ധി വളർത്തി, ഹൃദയത്തെ വിശാലമാക്കി ആ ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണമുള്ള ആ ഒരു റൂട്ടിലേക്ക്, ആ ഒരു നിഗമനത്തിലേക്ക് ദൈവാത്മാവ് നമ്മെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പരിജ്ഞാന പൂർത്തി പ്രാപിക്കാനുള്ള ശ്രമത്തിലാണ്. പരിജ്ഞാനപൂർത്തി പ്രാപിക്കാനുള്ള ശ്രമത്തിലാണ്. ആ ശ്രമം ദൈവം അനുവദിക്കുകയും ചെയ്യും, നമുക്ക് സാക്ഷാത്കരിക്കുകയും ചെയ്യും. അത് സംഭവിച്ചാൽ അടുത്ത് സംഭവിക്കുന്നത് എന്താണ്? അടുത്ത് സംഭവിക്കുന്നത് പരിജ്ഞാനത്തെ കവിയുന്ന ദിവസം. പരിജ്ഞാനത്തോട് തീരുന്നില്ല, പിന്നെ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ആ വിധത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന നിസ്സാര കാര്യമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതിനെല്ലാം ഒരുപാട് ചൂടടയാളം വരും, പ്രതികൂലം വരും, പ്രതിസന്ധി വരും, പ്രശ്നം വരും, ഞെരുക്കം വരും, കഷ്ടപ്പാടുകൾ വരും, പരീക്ഷകൾ വരും. സ്തോത്രം. പരീക്ഷയ്ക്ക് ജയിക്കുക. സ്തോത്രം. അതിന് യോഗ്യമായ തിരുവെഴുത്തുകളെ ദൈവത്തിന്റെ പരിശുദ്ധ നിയോഗത്താൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് നമ്മുടെ ഭാഗ്യമാണ്. സ്തോത്രം. പിന്നെ നമ്മൾ ശേഷം പ്രാകൃത മനുഷ്യനെ പോലെ ആകാതിരിക്കുക. എങ്കിലും പ്രാകൃതമായ അനുഭവങ്ങൾ നമ്മളിൽ പല വിധത്തിലുണ്ട്. അവയെല്ലാം ഓരോ അനുഭവത്തിൽ കൂടിയും പരിശോധന ചെയ്ത് നമ്മൾ വേർപെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ വേർപാട് ഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആത്മാവിൽ ഹൃദയ പരിച്ഛേദനയുള്ളവരായി മാറുക. അതാണ് യഹൂദന്റെ വിശേഷം. അത് റോമലേഖനത്തിൽ പറയുന്നത് യഹൂദൻ എന്ത് വിശേഷതയുള്ളൂ? എന്നാൽ യഹൂദൻ എന്ത് വിശേഷതയുള്ളൂ? അല്ല, പരിശോധനയിൽ എന്ത് പ്രയോജനം? സകല വിധത്തിൽ വളരെയുണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഇവിടെയൊക്കെ നമ്മൾ എത്തണമെങ്കിൽ യോവത്തിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ വായിച്ചില്ലേ? ആ സാക്ഷ്യമൊഴിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ആ സാക്ഷ്യമൊഴിയിലേക്ക് ചേരുന്ന അനന്തര ഫലമായിട്ടാണ് ഈ ഭാഗങ്ങൾക്ക് എത്തുന്നത്. നമ്മളൊരു വാക്യം വായിച്ചിട്ട് അതൊരു തലമാണ്, ആത്മീയ തലമാണ്, ഉയർന്ന തലമാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ മാത്രം പോരാ. അത് പ്രാപിക്കത്തക്കവണ്ണം നമുക്ക് എന്താണ് തടസ്സം നിൽക്കുന്നത്, ആ തടസ്സങ്ങൾ ശേഷിക്കുന്ന വചനങ്ങളിൽ കൂടി പരിഹരിക്കണം. എന്നാലേ എത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. എത്ര പേർക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. ആരാണ് പറഞ്ഞത്? നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ് പറഞ്ഞത്, അല്ലേ? നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാണ്.
വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്നുള്ള ഉറപ്പുമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമോ? കാണില്ല. എന്നോട് തന്നെ ഞാൻ ചോദിച്ചിട്ട് ഞാൻ തന്നെ ഉത്തരം പറയുന്നു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമോ? കാണില്ല. അപ്പൊ യേശുക്രിസ്തു എന്തിനാണ് പറഞ്ഞു? അപ്പൊ ഇത് ശിശുക്കളായിരിക്കുന്നവർക്കുള്ള ഈ പഠനം യോഗ്യമല്ല. ആത്മീയ ശിശുവായിരിക്കുന്നവർക്ക് ഈ പഠനം യോഗ്യമായി വരണമെന്നില്ല. എന്ന് ശ്രദ്ധിച്ച ദൈവാത്മാവ് എന്ത് ചെയ്യും? സഹായിക്കും, ഗ്രഹിപ്പിക്കും, ചിന്തിപ്പിക്കും. ഹല്ലേലൂയ. ഉദാഹരണം പറയാം. ഇടയ്ക്ക് ഒരു വർക്ക്ഷോപ്പ് മേസ്ത്രി ഒരു വാഹനത്തിന്റെ പണി ഇങ്ങനെ കുറച്ച് പണികളെല്ലാം ചെയ്തിട്ട് വീട്ടിൽ പോയി ഉറങ്ങി. രാവിലെ എഴുന്നേറ്റു. പിറ്റേന്ന് രാവിലെ വർക്ക്ഷോപ്പിൽ വന്ന് അദ്ദേഹം പറയാണ്, ഇന്ന സാധനം കൂടെ വാങ്ങണം. എപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്? രാവിലെ ഉണർന്നപ്പോൾ. ഉറങ്ങി ഉണർന്നപ്പോഴാണ് ഈ പണിയെ കുറിച്ച് ഓർമ്മ വന്നത്. ഇന്ന സാധനം കൂടെ വാങ്ങണം എന്ന് മനസ്സിലായി. തലേ ദിവസം ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നു. ആ സാധനത്തിന് ഒരു ഓർമ്മയില്ല. ഉറങ്ങി, ഓർമ്മയില്ല. രാവിലെ എഴുന്നേറ്റ് പറ്റിയ ഓർമ്മ വന്നു. എങ്ങനെ വന്നു? ഇപ്പോഴങ്ങനെ ചിന്ത ചെയ്താ ആ പണിയുടെ കാര്യം. ഉറക്കത്തിലും അദ്ദേഹത്തിന് ചിന്ത ചെയ്താ, ഊണിലും അദ്ദേഹത്തിന് ചിന്ത ചെയ്താ. ഉത്തരവാദിത്വമാണ്. അപ്പൊ എന്ന് പറയുന്ന പോലെ തിരുവചനത്തിന്റെ ചിന്തകൾ നമ്മുടെ ഊണിലും ഉറക്കത്തിലും ഉണ്ടാവണം. നമ്മൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്ന അല്ല വീട്ടിലിരുന്ന് വായിക്കുന്ന വചനത്തിന്റെ ആത്മീയ ദൈവഹിതം നമുക്ക് വെളിപ്പെടുന്നത് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം രാവിലെ ഉണരുന്ന സമയമായിരിക്കാം. സ്തോത്രം. പക്ഷെ അങ്ങനെ വെളിപ്പെടണമെങ്കിൽ അതുവരെ നമുക്ക് ടച്ചിങ് ഉണ്ടായിരിക്കണം, ബന്ധമുണ്ടായിരിക്കണം. ആ ബന്ധങ്ങളെയാണ് ശുശ്രൂഷയിൽ പഠിപ്പിക്കാനുള്ളത്. പഠിപ്പിക്കുമ്പോൾ ആ ബന്ധങ്ങൾ നിലനിൽക്കും. പഠിപ്പിച്ചില്ലേ നിലനിൽക്കില്ല. ഇപ്പൊ നമ്മളിവിടെ വചനങ്ങളൊക്കെ കേൾക്കുന്നു. ഇപ്പൊ പുതുതായിട്ടൊക്കെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടാവും അവരുടെ ഉള്ളിൽ. ആരും ചോദിച്ചില്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ചോദ്യം ഉണ്ടാവും. പക്ഷെ സാധാരണയായിട്ട് ഒരു പ്രസംഗിച്ചു പോയാലോ, വന്നു, കണ്ടു, ഇരുന്നു, കേട്ടു, കൈയടിച്ചു, പാടിപ്പോയി. എന്ത് പ്രസംഗിച്ചോ ചിന്തിക്കാൻ പോലും ഒരു മനോഭാവം വരും. സാധാരണ എത്രയോ പേര് കൺവെൻഷൻ യോഗങ്ങൾ പ്രസംഗിക്കുന്നു. ആര് ചിന്തിക്കുന്നു ഇതെന്താണ് പ്രസംഗിക്കുന്നതെന്ന്? സ്തോത്രം. എന്നാൽ ചിന്തിക്കുന്ന വളരെ ചുരുക്കം പേരെ കാണും, ഇല്ലെന്നല്ല. പക്ഷെ ചിന്തിച്ചാൽ അവർക്കതിന് മറുപടി കിട്ടാതെ പോകും. അപ്പോൾ അത്രയ്ക്ക് ശ്രേഷ്ഠകരമായ തിരുവചനത്തിന്റെ മഹത്വത്തെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമ്മുടെ നീതി പ്രവർത്തിക്കുന്നതല്ല. ദൈവത്തിന്റെ കരുണയാണ്, ദയയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്. ഇതെല്ലാം അടയാളം. ഇത് അവനോട് ഉൾക്കൊണ്ട് ഏറ്റെടുത്തില്ലെങ്കിൽ എന്ത് വരും? ഇത് ആഗ്രഹത്തോടെ ഉൾക്കൊണ്ട് ഏറ്റെടുത്തില്ലെങ്കിൽ അടുത്ത് അതിന്റെ പുറകിൽ ദൈവത്തിൽ നിന്ന് എന്ത് വരും? അതാണ് വചനത്തെ നിന്ദിക്കുന്നവൻ അല്ലെങ്കിൽ വചനത്തെ നിന്ദിക്കുന്നവൾ അവൻ ഉത്തരവാദി. കൽപ്പന ഭയപ്പെടുന്നവർക്ക് പ്രതിഫലം സ്വർഗത്തിലാണ്, ഭൂമിയിലല്ല. ഭൂമിയിൽ കഷ്ടപ്പാടായിരിക്കാം. യേശുക്രിസ്തു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അതായിരിക്കാം ലോകത്ത്. മറ്റൊന്നും പ്രതീക്ഷിക്കണ്ട. പഴിയും ദുഷിയും നിന്നയും കഷ്ടപ്പാടും ഒക്കെ ആയിരിക്കാം, പരീക്ഷണങ്ങളൊക്കെ ആയിരിക്കാം. അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷെ പ്രതിഫലമുണ്ട്, അത് സ്വർഗത്തിൽ. ഹല്ലേലൂയ. ആ പ്രതിഫല സ്വർഗത്തിൽ പ്രാപിക്കത്തക്കവണ്ണമുള്ള നിയോഗങ്ങളാണ് നമ്മൾ ഗ്രഹിച്ചുകൊള്ളാനുള്ളത്. അതിനുവേണ്ടിയാണ് ദൈവം തന്നെ ജനത്തെ വേർതിരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം തന്നെ ജനത്തെ വേർതിരിക്കുന്നത് എങ്ങനെയാണ്? വിളിക്കപ്പെട്ടവർ അനേകരാണ്, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം പേരാണ്. കർത്താവിന്റെ പുറകിലും ആഹാരം കഴിക്കാൻ വേണ്ടി, രോഗസൗഖ്യം കിട്ടാൻ വേണ്ടി, ഭൂതശാന്തി കിട്ടാൻ വേണ്ടി അനേകർ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ നിത്യജീവന്റെ വഴികൾക്ക് വേണ്ടി എത്ര പേരുണ്ടായിരുന്നു? വളരെ ചുരുക്കം പേര്. നിത്യജീവന്റെ വഴികൾക്ക് വേണ്ടി വളരെ ചുരുക്കം പേര്.
ഹല്ലേലൂയ. 10ാം ക്ലാസ്, +1, +2 ഇഷ്ടംപോലെ കുട്ടികൾ, വിദ്യാർത്ഥികൾ കാണും. എന്നാൽ ഡോക്ടറേറ്റ് പഠിക്കാൻ എത്ര പേര് കാണും? ഓരോന്നിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അങ്ങോട്ട് പഠനവും. സ്തോത്രം. മകളെല്ലാം മറ്റ് സൈഡ് പഠനത്തിലേക്ക് തിരിഞ്ഞു മാറും. അപ്പൊ ദൈവവചനത്തിലേക്ക് എന്ന് വരുമ്പോഴും സ്തോത്രം, ക്രിസ്തുവിന്റെ മണവാട്ടിയായി ശേഷിക്കപ്പെടുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല, അത് ശരിക്കും ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. അഴിഞ്ഞാട് കടന്നെന്ന് പറഞ്ഞ്, അഴിഞ്ഞാട് ചിന്തിച്ചെന്ന് പറയുന്ന കാരണത്താൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ട് ഒരിക്കലും വേർതിരിക്കപ്പെടാൻ കഴിയില്ല. ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ദൈവവചനത്തിൽ പ്രിയം വെച്ച് ദൈവവചനത്തെ മാനിച്ച് ദൈവവചനത്തെ മാനിക്കുന്നവരെ മാനിച്ച് നിന്നാലേ അതിന്റെ അവകാശം പ്രാപിക്കാൻ കഴിയും. അതിന് നമുക്കുള്ള ചില മഹിമകളൊക്കെ നമ്മൾ തള്ളിക്കളയേണ്ടി വരും. വ്യക്തിപരമായി, പ്രാകൃതപരമായി, മാനുഷ്യപരമായിട്ടുള്ള ചില മഹിമകള്, മഹത്വങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നിസ്സാരമായി കാണേണ്ടി വരും. സ്തോത്രം, സ്തോത്രം. അത് തുടക്കത്തിൽ നിസ്സാരമായി കണ്ടിട്ട് പ്രശ്നമില്ല. ഒടുക്കാകുമ്പോൾ മഹത്വം ഒരുപാട് ശരി വ്യക്തിപരമായിട്ട് ഒരുപാട് കാണും. അപ്പൊ തുടക്കത്തില് അത് സ്വന്തമായി തോന്നുന്ന മഹത്വങ്ങളെല്ലാം ഛേദിച്ചിട്ട് തിരുവചനത്തിൽ യോഗ്യമായി മുമ്പോട്ട് വന്നാൽ പിന്നെ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ തുടക്കത്തില് ദൈവവചനത്തിന് മാന്യത കൊടുക്കാതെ സ്വന്തം മഹത്വത്തെ മാനിച്ച് വളർന്നു വന്നാൽ പിന്നെ ഇത്തിരി പാടാം. ആ മുള്ളിനെ വെട്ടാൻ പിന്നെ ഇത്തിരി പാടാൻ സ്തോത്രം. അത് ഒരു ഭയങ്കര തടസ്സമാണ്. അതുകൊണ്ട് തുടക്കത്തിലേ നാം എന്ത് ചെയ്യണം? ദൈവഹിതത്തിന് വിരുദ്ധമായുള്ള സകലത്തെയും നാം തിരിച്ചറിഞ്ഞ് അവയിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായിക്കൊണ്ടിരിക്കണം. അല്പ കഷ്ടപരമായിരിക്കാം, പക്ഷേ അതിനപ്പുറമായ പ്രതിഫലമാണ് സ്വർഗത്തിൽ ശേഷിക്കുന്നത്. അതിനാണ് യോബ് തന്റെ മക്കൾക്ക് വേണ്ടിയും പട്ടം തികയുമ്പോഴൊക്കെയോ അവരെ വിളിച്ചു വരുത്തുന്നു, കൂട്ടിവരുത്തുന്നു. അതിനവരെ കേൾപ്പിക്കാൻ വേണ്ടി, ദൈവാലോചനയിൽ അവരെ നിർത്തുവാൻ വേണ്ടി, ദൈവാലോചനയിൽ അവർ നിൽക്കുന്നുവോ ഇല്ലയോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നമ്മൾ ഗ്രഹിച്ചറിയേണ്ട ഏറ്റവും വലിയ അത്യാവശ്യമെന്ന് മുഖവരിയായി തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയം തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. അത് വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ച് കൂടിയാണ് പറയുന്നത്. കുറിച്ച് എന്ത് പറയുന്നു? വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പൊ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ നമുക്ക് എത്രത്തോളം കഴിയും? ആ കഴിവ് നമ്മൾ പ്രാപിക്കണം. കാരണം ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട് യേശു ക്രിസ്തു പറഞ്ഞു. അതിനോട് ബന്ധമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമ്മെ ആര് പഠിപ്പിക്കും, ആര് ഉറപ്പിക്കും? ഉറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കണം. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കണമെങ്കിൽ ദൈവത്തിന്റെ പ്രതിമയാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം നമ്മിൽ വ്യാപരിക്കണം. അത് നമ്മിൽ വ്യാപരിക്കണമെങ്കിൽ യാക്കോബ് ലേഖനം 1-ാം അധ്യായം സ്വാതന്ത്ര്യത്തിനായുള്ള തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കണം. അതിൽ നിലനിൽക്കണം. എവിടെ നിലനിൽക്കണം? പള്ളിയിലല്ല, സംഘടനയിലല്ല, മതത്തിലല്ല, ഗ്രൂപ്പിലല്ല, ഭൗതിക അനുഗ്രഹത്തിലല്ല. പിന്നെ എവിടെ നിലനിൽക്കണം? സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം. അതെന്താണ് തികഞ്ഞ ന്യായപ്രമാണം? 19-ാം സങ്കീർത്തനം പറയുന്നു യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. അപ്പൊ യാക്കോബ് അപ്പോസ്തലൻ എന്ത് പറയുന്നു? സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം. ഇപ്പൊ ന്യായപ്രമാണം നമുക്ക് ഒരിക്കലും ബന്ധമല്ല.
ന്യായപ്രമാണം നമുക്ക് സ്വാതന്ത്ര്യം തരും. ഡയറക്റ്റ് ആയിട്ടല്ല, ക്രിസ്തുവിൽ കൂടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ന്യായപ്രമാണം തികഞ്ഞ ന്യായപ്രമാണമാണ്. 19 സങ്കീർത്തനം ഓർക്കണം. അപ്പൊ ഈ ന്യായപ്രമാണത്തെ കുറിച്ചാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. ഇതൊക്കെ വചനത്തോട് വചന ഇണയിലെ പിണയല്ല ഇത്. സ്തോത്രം, സ്തോത്രം. ഇത് കൂട്ടുവിത്തല്ല. കൂട്ടുവിത്ത് എന്ന് പറഞ്ഞാൽ വിത്തിനോട് ചേരാത്ത വിത്ത്, കള. അത് വിതയ്ക്കുന്ന ശപിക്കപ്പെട്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ബൈബിളിൽ ഭൗതിക അനുഗ്രഹത്തിന്റെ വാക്യങ്ങളുണ്ട്. ആ വാക്യം ഇതിനോട് ചേരരുത്. ചേർന്നാൽ കൂട്ടുവിത്താണ്, അത് കളയാണ്. ഭൗതിക അനുഗ്രഹത്തിന്റെ വചനങ്ങൾ ഇതിനോട് ചേർക്കരുത്. സ്തോത്രം. അത് മനുഷ്യന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യം ഒരു പക്ഷെ അതൊക്കെ ചേർക്കേണ്ടി വരും, ഗ്രഹിക്കേണ്ടി വരും. അതങ്ങനെ വിശ്വസിക്കും. പക്ഷേ അത് ആ തലത്തെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ശിശുവായിരിക്കും. എങ്ങനെയുള്ള ശിശു? രക്ഷയ്ക്കായി വളരുവാൻ, വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചയില്ലാത്ത ശിശു. വാഞ്ചയുള്ള ശിശു അല്ല, വാഞ്ചയില്ലാത്ത ശിശുവായിരിക്കും. സ്തോത്രം, സ്തോത്രം. അത് വാഞ്ചയില്ലാത്ത ശിശുവിന്റെ അനന്തരഫലം എന്താണ്? അസൂയ, പക, പിണക്കം, വ്യാജഭാവം. ഇതൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മനസ്സ് വരില്ല. സ്തോത്രം. അപ്പൊ ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് ഗ്രഹിച്ചറിഞ്ഞ് അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സ് പുതുക്കി വരുമ്പോഴാണ് നാം സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായ പ്രമാണത്തിന് പ്രിയമുള്ളവരായി മാറുന്നത്. ഇല്ലാതെ കൃത്യലോകത്ത് ആൾക്കാർ പ്രസംഗിച്ച് ഇങ്ങനെ ആൾക്കാരിങ്ങനെ സ്വാധീനിച്ചു കൊണ്ട് പോകുമ്പോഴല്ല കാര്യം. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിച്ച് ആൾക്കാരെ സ്വാധീനിക്കണ്ട, പ്രസംഗിച്ച് ദൈവത്തെ സ്വാധീനിക്കണം. വചനം പ്രബോധിപ്പിച്ച് ദൈവത്തെ സ്വാധീനിക്കണം. വചനം വായിച്ച് ദൈവത്തെ സ്വാധീനിക്കണം. ദൈവത്തോട് ഇണങ്ങിച്ചേരണം, ദൈവത്തോട് ഇണങ്ങണം. പ്രൈസ് ദി ലോർഡ്. എന്താ സമാധാനം ഉള്ളതേ ഇല്ല. പ്രാർത്ഥിച്ചെന്ന് പറയുന്ന സമാധാനം കിട്ടില്ല, പറഞ്ഞെന്നൊരു സമാധാനം കിട്ടില്ല. ദൈവവചനത്തോട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് സമാധാനമല്ല, അവർക്ക് മഹാസമാധാനം ഉണ്ടെന്നാണ്. ഈ ന്യായപ്രമാണത്തെയാണ് തുച്ഛീകരിച്ചിട്ട് യേശുക്രിസ്തുവിനെ കർത്താവേ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ സമാധാനം കിട്ടുമോ? ആർക്ക് കിട്ടും സമാധാനം? ആർക്കും കിട്ടില്ല. സ്തോത്രം, സ്തോത്രം. പിന്നെ എന്തോ അല്പം സ്വല്പം കിട്ടിയപ്പോഴ് അത് ലോകത്തിലെ സമാധാനമാണ്. കിട്ടിയപ്പോഴും എന്തോ ഭയങ്കര ഭാഗ്യം പോലെ അവർക്കിനെ കൊണ്ട് നടക്കുക, ആർക്കും കൊടുക്കാൻ വേണ്ട ഒരു ഗുണവുമില്ല. അത് മറ്റൊരു പ്രശ്നം വരുമ്പോൾ അതെല്ലാം ചോർന്നു. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുവാൻ ആർക്ക് കഴിയും? കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ പട്ടിണിയോ ഉപദ്രവമോ. സ്തോത്രം, സ്തോത്രം. ഒരു ശക്തികൾക്കും യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. ഹല്ലേലൂയ. എന്താണ് ആ സ്നേഹം? പാപമോചനം എന്ന വീണ്ടെടുപ്പിന്റെ സ്നേഹം. ഹല്ലേലൂയ. പാപമോചനം എന്ന വീണ്ടെടുപ്പിന്റെ സ്നേഹമാണ്. സ്തോത്രം. അത് ന്യായപ്രമാണത്തിന് പ്രിയം വെച്ച് വന്നാല് പാപമോചനം എന്ന വീണ്ടെടുപ്പിന്റെ സ്നേഹത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. സ്തോത്രം. പറയുമ്പോൾ തന്നെ അതിന്റെ ചേർച്ചകളെല്ലാം എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടി വരിക. കേൾക്കുന്നവരിൽ ചിലരിലൊക്കെ എന്ത് ചെയ്യും? ആ വചനങ്ങളുടെ ചേർച്ചകളെല്ലാം ചേർന്ന് വരും മനസ്സിൽ. പക്ഷെ എല്ലാവർക്കും അതിൽ വരണമെന്നില്ല. കേട്ടും ഗ്രഹിച്ചും വായിച്ചും ചിന്തിച്ചും പറഞ്ഞും അഭ്യസിക്കുന്നവർക്ക് അത് ചേർന്ന് വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ഉദാഹരണം പറഞ്ഞാൽ നല്ല രീതിയിൽ കണക്ക് പഠിക്കുന്നവർക്ക് ഒരു കണക്കിന്റെ ഒരു ഭാഗം പറയുമ്പോൾ മനസ്സിൽ ഓടി വരും. ഇന്ന രീതിയിൽ ഉത്തരം. പഠിക്കാത്തവർക്കോ
അവരിങ്ങനെ ആലോചിച്ച് എഴുതി ഗുണിച്ച് ഭാഗിച്ച് കൂട്ടി പിന്നെ കുറച്ച് എന്നാലും കിട്ടുന്നത്. അതുപോലെ ദൈവത്തിനോട് സംസർഗവും ബന്ധമുള്ളവർക്ക് ഒരു വാക്യം പറയുമ്പോൾ അതിനോട് ഒരു വാക്യം ചേർന്ന് വരുമ്പോൾ അതിനിടയിൽ ചേരേണ്ട വാക്യം, അതിന് ചുറ്റും വരേണ്ട വാക്യം എല്ലാം അതിനോട് ചേർന്ന് വരും. ഹല്ലേലൂയ. തിരുവചനത്തിന്റെ സാരാംശം ഒരു പാളയമായിട്ട് ഇറങ്ങും. സ്തോത്രം. ആ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ ആർക്ക് താല്പര്യമുണ്ടോ? എത്ര പേർക്ക് താല്പര്യമുണ്ട്? സ്തോത്രം. അതിനൊക്കെ കേട്ടനുസരിക്കുന്നവർക്ക് അത് കിട്ടുമോ? സ്തോത്രം. കേട്ടനുസരിക്കുന്നവർക്ക് അത് കിട്ടുള്ളൂ. വീണ്ടും എടുത്ത് പറയുന്നു, അങ്ങനെ കേട്ടനുസരിക്കാൻ മനസ്സുള്ളവർക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ അനുവദിച്ചിട്ടുള്ളൂ. അല്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ അനുവദിച്ചിട്ടില്ല. പ്രാർത്ഥിച്ച കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പ്രാർത്ഥിച്ചോ. പക്ഷേ പാപത്തോട് പാപം കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥന പാപമാണോ? ആണ്. പ്രാർത്ഥന പാപമാണോ? പാപമാണ്. സ്തോത്രം. ക്രിസ്തീയ ജീവിത ചരിത്രത്തില് പ്രാർത്ഥന പാപം എന്ന് കേട്ടിട്ടുണ്ട്. മദ്യപാനം കേട്ടിട്ടുണ്ട്. പ്രാർത്ഥന പാപം കേട്ടിട്ടുണ്ട്. എവിടെ കേട്ടിട്ടുണ്ട്? അങ്ങനെ അല്ലാതെ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല? പറയാൻ ആളില്ല. എന്തുകൊണ്ട് പറയാൻ ആളില്ല? അയച്ചിട്ടില്ല. അയച്ചവർ പറയും, പറഞ്ഞാൽ കേൾക്കും, കേട്ടാൽ അനുസരിക്കണം. ആര് പ്രാർത്ഥിക്കണം? ആ വാഹനത്തിൽ, ആ വണ്ടിയിൽ പെട്ടകത്തെ കൊണ്ടുവന്നപ്പോൾ ആ വണ്ടിയിൽ ഒരു ടയറായി പോകാൻ വേണ്ടി അതിന്റെ സെറ്റപ്പായി. ഉസൈൻ്റെ എന്ത് ചെയ്തു? വണ്ടിയെ പിടിച്ചു. ഇന്ന് സംഭവിച്ചു ഉസൈക്ക്? മരണം, ശിക്ഷ. തൊടാൻ പാടില്ല. എന്നാ പിടിച്ച് നിർത്തണ്ടേ? നിർത്തേ വേണം. എന്നാ തൊടാനും പാടില്ല. ഇതെല്ലാം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അർഹതയില്ലാത്തവർ ചെയ്യരുത്, അർഹതയുള്ളവരെ അത് ചെയ്യാവൂ എന്ന് ഉപദേഷ്ടാവ് പറയുമ്പോൾ അത് കേട്ടനുസരിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ശേഷിക്കുന്ന ശുശ്രൂഷകരെ അങ്ങനെ അനുവദിച്ചെന്നറിയില്ല. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്കാൻ കുഴപ്പമൊന്നുമില്ല. ആരും കുഴപ്പമൊന്നും. സ്തോത്രം. പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് കുഴപ്പമാണ്. ഹല്ലേലൂയ. പാപമാണ്. പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥന പാപമാണ്. സ്തോത്രം. അത് ദൈവം കണക്കിടുന്ന പാപമാണ്. അത് ദൈവത്തെ പരീക്ഷിക്കുന്ന കാര്യമാണ്. സദൃശവാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ ന്യായപ്രമാണം കേൾക്കാതെ ചെവി പൊത്തിക്കളഞ്ഞാൽ അവരുടെ പ്രാർത്ഥന പാപമാണ്, വെറുപ്പാണ്. കാരണം സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണമാണ്. യാക്കോബിലേഖനം ഒന്നാമത്തേതില്ലേ? അത് വായിക്കുമ്പോൾ അത് സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണമല്ല, അത് ക്രിസ്തുവിന്റെ ന്യായപ്രമാണമാണ്. അപ്പൊ ദൈവത്തിന്റെ ന്യായപ്രമാണം ക്രിസ്തുവിന്റെ പ്രമാണമല്ലേ? ക്രൈസ്തല്ലോ. 19 സങ്കീർത്തനവുമായി ചേർന്ന് വരുമ്പോൾ ദൈവത്തിന്റെ ന്യായപ്രമാണം തികവുള്ളതാണ്. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണമാണ് ദൈവത്തിന്റെ പ്രമാണം. അത് കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ എന്ത് പ്രാർത്ഥിക്കും? ഈ ലോകത്തിന്റെ കാര്യങ്ങൾ പ്രാർത്ഥിക്കും. ഈ ലോകത്തിന്റെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണോ? 106 സങ്കീർത്തനം 15 വാക്യം വായിച്ചാലോ?
അവർ പ്രാർത്ഥിച്ചത്, അപേക്ഷിച്ചത് ദൈവം അവർക്ക് കൊടുത്തു. അവരുടെ പ്രാണന് എന്ത് കൊടുത്തു? കാരണം എന്താണ്? അവർ അപേക്ഷിച്ചത് പാപമായതുകൊണ്ട് ശിക്ഷ കൊടുത്തത് പ്രാണന്. അവർ അപേക്ഷിച്ചത് പ്രാണന് വേണ്ടി അല്ലാത്തത് കൊണ്ട്, ദേഹത്തിന് വേണ്ടി ആയതുകൊണ്ട് പ്രാണന് എന്ത് കൊടുത്തു? ക്ഷയം. സ്തോത്രം. എല്ലാവരും വലിയ മഹിമയോടെ പറയും, ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം തന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം വീട് തന്നു. ഞാൻ പ്രാർത്ഥിച്ചു, തലമുറയെ തന്നു. ഞാൻ പ്രാർത്ഥിച്ചു, വാഹനം തന്നു. ഞാൻ പ്രാർത്ഥിച്ചു, വസ്തുവക കിട്ടി. ഞാൻ പ്രാർത്ഥിച്ചു, ആഹാരം കിട്ടി. സ്തോത്രം, സ്തോത്രം. പക്ഷെ ആഹാരം കിട്ടി, പുറയിൽ എന്ത് വന്നു? ക്ഷയം. ആർക്ക്? പ്രാണൻ. പുറമെ മനുഷ്യന്റെ പുഷ്ടിയായി ആഹാരം കിട്ടിയപ്പോൾ, പുറമെ മനുഷ്യന് പുഷ്ടിയായി വാഹനം കിട്ടിയപ്പോൾ, പുറമെ മനുഷ്യനെ പ്രശംസിക്കാൻ കിട്ടിയ തലമുറ കിട്ടിയപ്പോൾ, പക്ഷെ അകത്തെ മനുഷ്യൻ എന്ത് കിട്ടി? ക്ഷയം. ആ ക്ഷയം പ്രാണനെ വന്നാൽ ആ പ്രാണൻ കർത്തൃസഭയിൽ എത്തിച്ചേരുമോ? അത് ക്ഷയരോഗിയാ. ക്ഷയരോഗിക്ക് ദൈവരാജ്യ അവകാശമുണ്ടോ? ക്ഷയരോഗി ദൈവാലയത്തിൽ പ്രവേശിക്കാനോന്നുണ്ടോ? ന്യായപ്രമാണത്തിൽ എന്ത് പറയുന്നു? ക്ഷയരോഗം, ക്ഷയരോഗിക്ക് ആലയത്തില് പ്രവേശനമില്ല. സ്തോത്രം.